നമസ്കാരം. സുപ്രീം കോടതിയുടെ ഏറ്റവും പുതിയ ഒരു വിധി എൻ വിജയലക്ഷ്മി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക 2025 INSC 917 ഇത് നിയമരംഗത്ത് കുറച്ചധികം ശ്രദ്ധ നേടുന്നുണ്ട്. അതെ, പ്രധാനപ്പെട്ടൊരു കേസാണ്. ഇതില് ക്രിമിനൽ നടപടിക്രമങ്ങളിലെ ചില കാര്യങ്ങളും പിന്നെ ഈ സിവിൽ ക്രിമിനൽ തർക്കങ്ങൾ ഒന്നിച്ചു വരുമ്പോഴുള്ള ചില സംഗതികളും കോടതി വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? തീർച്ചയായും. ഇതിലെ പ്രധാനമായിട്ടും കോടതി ഊന്നൽ കൊടുക്കുന്നത് രണ്ട് കാര്യങ്ങൾക്കാണ്. ഓക്കെ. ഒന്ന്, ഈ ക്രിമിനൽ നടപടിച്ചട്ടം CRPC സെക്ഷൻ 156(3) അതനുസരിച്ച് ഒരു FIR ഇടാൻ പോലീസിനോട് നിർദ്ദേശിക്കണം എന്ന് മജിസ്ട്രേറ്റിനോട് ആവശ്യപ്പെടുമ്പോൾ ഒരു സത്യവാങ്മൂലം ആഫിഡവിറ്റ് വേണോ, അതിന്റെ ആവശ്യകത എന്താണ് എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരേ വിഷയത്തിൽ തന്നെ സിവിൽ കേസും ക്രിമിനൽ കേസും വരുന്നത്, അതിന്റെ നിയമപരമായ കാര്യങ്ങൾ. ശരി. അപ്പോൾ നമുക്ക് ആദ്യം ഈ സത്യവാങ്മൂലത്തിന്റെ കാര്യത്തിലേക്ക് വരാം. സെക്ഷൻ 156(3) പ്രകാരം അപേക്ഷ കൊടുക്കുമ്പോൾ അഫിഡവിറ്റ് വേണമെന്നത് ഇത് മുൻപും കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രിയങ്ക ശ്രീവാസ്തവ കേസിൽ. അതെ, പറഞ്ഞിട്ടുണ്ട്. ഈ കേസിലും കോടതി അതൊന്നുകൂടി ഉറപ്പിക്കുകയാണ്. ഓഹോ. പ്രിയങ്ക ശ്രീവാസ്തവ കേസിൽ പറഞ്ഞ ആ നിർദ്ദേശം അത് നിർബന്ധം തന്നെയാണ്. അതായത് 156(3) അപേക്ഷയോടൊപ്പം സത്യവാങ്മൂലം വെക്കണം. നിർബന്ധമാണ്. അതെ. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ നിർബന്ധം വരുന്നത് പ്രിയങ്ക ശ്രീവാസ്തവ വിധിക്ക് ശേഷമുള്ള കേസുകൾക്കാണ്. പ്രോസ്പെക്റ്റീവ്ലിയാണ് അതിന്റെ എഫക്റ്റ്. ശരി, അതിനു മുൻപുള്ളവയ്ക്കല്ല. അതെ. അതിലും പ്രധാനമായി കോടതി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സത്യവാങ്മൂലം കൊടുത്തില്ല എന്നുള്ളത് അതൊരു പിഴവാണ്, ഡിഫക്റ്റാണ്. പക്ഷെ അത് പരിഹരിക്കാവുന്ന ഒന്നാണ്, ഒരു ക്യൂറബിൾ ഡിഫക്റ്റ്. പരിഹരിക്കാതെങ്ങനെയാണ്, എപ്പോഴാണ് പരിഹരിക്കേണ്ടത്? ബാധിക്കുന്നില്ല. പക്ഷേ മജിസ്ട്രേറ്റ് ആ പരാതിയിന്മേൽ ഒരു പ്രധാനപ്പെട്ട ഉത്തരവ്, ഒരു സബ്സ്റ്റാൻറ്റീവ് ഓർഡർ എന്ന് പറയും, അത് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ്. പ്രധാനപ്പെട്ട ഉത്തരവെന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് FIR രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിക്കുക, അല്ലെങ്കിൽ എതിർകക്ഷിയോട് ഹാജരാകാൻ പറയുക. അങ്ങനെയുള്ള കാര്യമായ ഉത്തരവുകൾക്ക് മുൻപ് ഈ സത്യവാങ്മൂലം ഫയൽ ചെയ്ത് ആ പിഴവ് പരിഹരിക്കണം. മനസ്സിലായി. അതായത് കേസ് ഒരു ഗൗരവഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ആ ഒരു ഫോർമാലിറ്റി പൂർത്തിയാക്കണം. ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ സത്യവാങ്മൂലമില്ല എന്ന ഒരൊറ്റ ടെക്നിക്കൽ കാരണം കൊണ്ട് തന്നെ മജിസ്ട്രേറ്റിന്റെ ഉത്തരവും അതിന്മേലുള്ള തുടർനടപടികളുമൊക്കെ പിന്നീട് റദ്ദായി പോകാം. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നടപടിക്രമം തന്നെ. അതെ. ചുമ്മാ നിസ്സാര കാര്യങ്ങൾക്കോ വ്യാജ പരാതികൾക്കോ ഈ ക്രിമിനൽ നിയമ സംവിധാനത്തെ ഉപയോഗിക്കുന്നത് തടയുക, പരാതിക്കാരനൊരു ഉത്തരവാദിത്വബോധം ഉണ്ടാക്കുക, ഇതൊക്കെയാണ് ഇതിന് പിന്നില്. ശരി. ഈ സത്യവാങ്മൂലത്തിന്റെ കാര്യം വ്യക്തമായി. ഇനി നമുക്ക് ആ രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം. അതായത് സിവിൽ സ്വഭാവമുള്ള തർക്കങ്ങളിൽ ക്രിമിനൽ കേസ് കൂടി വരുന്നത്. അത് പലപ്പോഴും സംഭവിക്കുന്ന ഒന്നാണ്. അതെ. അങ്ങനെ വരുമ്പോൾ കോടതിയുടെ നിലപാടെന്താണ്? സിവിൽ വിഷയങ്ങൾക്ക് പലരും ഒരു ക്രിമിനൽ ടച്ച് കൊടുക്കാൻ ശ്രമിക്കാറുണ്ടല്ലോ. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി സൂക്ഷ്മമായി കാണേണ്ടത്. കോടതി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സംഭവത്തിൽ ശരിക്കും ഒരു കുറ്റകൃത്യത്തിന്റെ അംശമുണ്ടെങ്കിൽ, ഒരു എലമെന്റ് ഓഫ് ക്രിമിനാലിറ്റി ഉണ്ടെങ്കിൽ, സിവിൽ കേസ് നടക്കുമ്പോഴും ക്രിമിനൽ കേസ് നിലനിൽക്കുന്നതിൽ തെറ്റില്ല. ഓക്കേ. ഒരാൾ നഷ്ടപരിഹാരത്തിന് സിവിൽ കോടതിയെ സമീപിച്ചു എന്നതുകൊണ്ട് മാത്രം അയാൾ കൊടുത്ത ക്രിമിനൽ പരാതിയിലുള്ള FIR റദ്ദാക്കാൻ പറ്റില്ല. പക്ഷേ ഈ കുറ്റകൃത്യത്തിന്റെ അംശം എന്ന് പറയുമ്പോൾ അതിന്റെ അതിർവരമ്പ് എവിടെയാണ്? എപ്പോഴാണ് ഒരു സിവിൽ പ്രശ്നം ക്രിമിനൽ കേസാകാൻ മാത്രം ഗൗരവമുള്ളതാകുന്നത്? അതാണ് പ്രധാന ചോദ്യം. കോടതി പറയുന്നത്, ആരോപണങ്ങൾക്കൊരു സിവിൽ സ്വഭാവമുണ്ടെങ്കിൽ പോലും അതിൽ പ്രഥമദൃഷ്ട്യാ തന്നെ വ്യക്തമായതും പറയത്തക്കതുമായൊരു ക്രിമിനൽ അംശം, ഒരു ഓവർവെൽമിംഗ് എലമെന്റ് ഓഫ് ക്രിമിനാലിറ്റി ഉണ്ടായിരിക്കണം. ഓവർവെൽമിംഗ് എലമെന്റ്. അതെ. വെറുതെ ഒരു സിവിൽ തർക്കത്തിന് ക്രിമിനൽ നിറം കൊടുത്ത് നിയമ നടപടികളെ ദുരുപയോഗം ചെയ്യുകയാണ്, ഒരു അബ്യൂസ് ഓഫ് പ്രോസസ്സാണ് നടക്കുന്നതെന്ന് കോടതിക്ക് തോന്നിയാൽ, അപ്പോ ഹൈക്കോടതിക്ക് CRPC സെക്ഷൻ 482 വെച്ചിട്ടുള്ള അധികാരം ഉപയോഗിച്ച് ആ ക്രിമിനൽ നടപടികൾ റദ്ദാക്കാം, ക്വാഷ് ചെയ്യാം. അപ്പോ ഉദാഹരണത്തിന് ഒരാൾ പണം കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുത്തില്ല, അതിന് സിവിൽ കേസ് കൊടുക്കാം. പക്ഷേ കൂടെ വഞ്ചനാ കുറ്റത്തിന് ക്രിമിനൽ കേസ് കൊടുക്കുന്നത് എപ്പോഴും ശരിയാവില്ല, അല്ലേ? അതെ. അവിടെ വഞ്ചിക്കണം എന്നൊരു ഉദ്ദേശം, ഒരു ക്രിമിനൽ ഇന്റന്റ് തുടക്കം മുതലേ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായി കാണിക്കണം. അല്ലെങ്കിൽ ആ തർക്കം പ്രധാനമായും ഒരു സിവിൽ ബാധ്യതയെക്കുറിച്ചാണെങ്കിൽ ക്രിമിനൽ കേസ് കൊണ്ടുപോകുന്നത് ശരിയല്ല. അത് നിയമവ്യവസ്ഥയുടെ ദുരുപയോഗമായിട്ടേ കോടതി കാണൂ. ഓരോ കേസും അതിലെ വസ്തുതകൾ നോക്കി ശരിക്കുമൊരു ക്രിമിനൽ ഘടകം ഉണ്ടോ എന്ന് കോടതി പരിശോധിക്കും. ശരി. അപ്പൊ ഈ വിധിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ടേക്ക് അവേ എന്താണ്?
പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പ്രധാനമായും 2 കാര്യങ്ങൾ ഓർത്തുവയ്ക്കാം. ഒന്ന്, സെക്ഷൻ 156(3) അപേക്ഷ കൊടുക്കുമ്പോൾ സത്യവാങ്മൂലം നിർബന്ധം. കൊടുത്തില്ലെങ്കിൽ അതൊരു പരിഹരിക്കാവുന്ന പിഴവാണ്, പക്ഷേ പ്രധാന ഉത്തരവ് വരുന്നതിന് മുൻപ് പരിഹരിക്കണം. ശരി. രണ്ടാമത്തേത്? 2, സിവിൽ തർക്കങ്ങൾക്ക് വെറുതെ ക്രിമിനൽ നിറം കൊടുത്ത് കോടതിയെ സമീപിക്കരുത്. അങ്ങനെ ചെയ്താൽ അതിൽ യഥാർത്ഥ ക്രിമിനൽ അംശമില്ലെന്ന് കണ്ടാൽ കോടതിക്ക് ആ ക്രിമിനൽ നടപടി തന്നെ ഇല്ലാതാക്കാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ, നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കണം, അതേസമയം നിയമ സംവിധാനത്തെ അതിന്റെ ശരിയായ ഉദ്ദേശങ്ങൾക്കു വേണ്ടി മാത്രം ഉപയോഗിക്കണം. അതാണല്ലേ ഇതിന്റെ ഒരു കാതൽ? അതെ, അതുതന്നെ. സത്യവാങ്മൂലത്തിന്റെ കാര്യത്തിൽ പ്രൊസീജറിൽ ഒരു കൃത്യത വേണം. സിവിൽ ക്രിമിനൽ തർക്കങ്ങളുടെ കാര്യത്തിൽ ആ വിഷയത്തിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കണം. ഇതാണ് സുപ്രീംകോടതി ഈ വിധിയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ഈയൊരു വേർതിരിവ്, ഈ നടപടിക്രമങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ഒരു തർക്കം വരുമ്പോൾ നമ്മൾ സിവിൽ വഴിക്ക് പോകണോ അതോ ക്രിമിനൽ നടപടി എടുക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നതിനെ സ്വാധീനിക്കുമല്ലോ. ഒരു പരാതി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിലും ഇത് മാറ്റം വരുത്തുന്നില്ലേ? ഇത് നിങ്ങൾക്ക് തുടർന്ന് ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്.